വർഷങ്ങൾക്കിപ്പുറവും ബോളിവുഡിൽ ചർച്ചയാകുന്ന ബ്രേക്കപ്പാണ് ഐശ്വര്യ റായിയുടെയും സൽമാൻ ഖാന്റെയും. പ്രശ്നകലുഷിതമായാണ് ഇവരുടെ ബന്ധം അവസാനിച്ചത്. സൽമാൻ തന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചിരുന്നെന്ന് ഐശ്വര്യ റായി അന്ന് ആരോപിച്ചു. 1997 ഐശ്വര്യയും സൽമാനും പ്രണയത്തിലാവുന്നത്. സഞ്ജയ് ലീല ബൻസാലി ചിത്രമായ ഹം ദിൽ കെ ചൂക്കെ സനം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സൽമാൻ ഐശ്വര്യയുമായി അടുക്കുന്നത്. ഐശ്വര്യയിൽ ഭ്രമിച്ച നടൻ തൻ്റെ അപ്പോഴത്തെ പ്രണയബന്ധം ഉപേക്ഷിച്ചു. എന്നാൽ ഐശ്വര്യ സൽമാൻ ബന്ധം അധികകാലം നീണ്ടു നിന്നില്ല. ഇരുവരും ബ്രേക്കപ്പായി. ഐശ്വര്യ തന്നിൽ നിന്ന് അകലുന്നത് സൽമാൻ ഉൾക്കൊള്ളാനായിരുന്നില്ല. നടൻ അക്കാലത്ത് ഐശ്വര്യയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നെന്നാണ് സംസാരം. ഇപ്പോഴത്തെ ഐശ്വര്യ സൽമാൻ ബ്രേക്കപ്പിൻ്റെ കാരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ബോളിവുഡ് ഫിലിം ജേർണലിസ്റ്റും എഴുത്തുകാരനുമായ ഹനീഫ് സവേരി. സൽമാനുമായുള്ള പ്രണയബന്ധത്തെ ഐശ്വര്യ റായിയുടെ മാതാപിതാക്കൾ എതിർത്തിരുന്നെന്ന് ഇവർ പറയുന്നു. ഐശ്വര്യയെ വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ സൽമാൻ ആഗ്രഹിച്ചു. എന്നാൽ ഈ സമയത്ത് കരിയറിലേക്ക് ശ്രദ്ധ കൊടുക്കണമെന്നായിരുന്നു ഐശ്വര്യയ്ക്ക്. ഒരു ദിവസം സൽമാൻ ഐശ്വര്യ റായിയുടെ അപ്പാർട്ട്മെൻറ്റിൽ പോയി കതകിൽ തട്ടി. അവിടെ ഒരു സീനുണ്ടാക്കി. അതിനുശേഷമാണ് ബന്ധം അവസാനിപ്പിച്ചതെന്ന് ഐശ്വര്യ തീരുമാനിച്ചതെന്ന് ഹനീഫ് സവേരി പറയുന്നു. സൽമാൻ മകളെ ഫ്ലർട്ട് ചെയ്യുക മാത്രമാണ് ഐശ്വര്യ റായിയുടെ മാതാപിതാക്കൾക്ക് തോന്നിയിരുന്നു. ഈ ബന്ധത്തെ ഇവർ അനുകൂലിച്ചില്ലെന്നും ജേർണലിസ്റ്റ് വ്യക്തമാക്കി. ബ്രേക്കപ്പിന് ശേഷം വിവേക് ഒബ്റോയുമായി ഡേറ്റ് ചെയ്തിട്ടില്ലെന്നും ഹനീഫ് സവേരി പറയുന്നു. അവർ സുഹൃത്തുക്കളായിരുന്നു. ഐശ്വര്യയുടെ കൈക്ക് പറ്റിയ സമയത്ത് സഹായിക്കുക മാത്രമാണ് വിവേക് ഒബ്റോയ് ചെയ്തതെന്നും ഹനീഫ് സവേരി പറഞ്ഞു. ഐശ്വര്യ സൽമാൻ പ്രശ്നത്തിൽ ഇരയായത് വിവേക് ഒബ്റോയിയാണ്. ഐശ്വര്യയ്ക്ക് വിവേകുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ച സൽമാൻ ഖാൻ നടനെ മദ്യപിച്ച് നിരന്തരം വിളിച്ച് ഭീഷണിപ്പെടുത്തി. കരിയറിലെ അവസരങ്ങൾ ഇല്ലാതാക്കി. സൽമാൻ്റെ ഇടപെടൽ കാരണം പല നിർമ്മാതാക്കളും വിവേക് ഒബ്റോയ്ക്ക് സിനിമകൾ നൽകിയില്ല. സൽമാനെതിരെ ഒരിക്കൽ വിവേക് ഒബ്റോയ് പരസ്യമായി രംഗത്ത് വന്നിരുന്നു. ഇതോടെയാണ് നടൻ്റെ കരിയർ തകർന്നത്. സൽമാനുമായി പിരിഞ്ഞതിനെക്കുറിച്ച് ഒരിക്കൽ ഐശ്വര്യ റായ് സംസാരിച്ചിട്ടുണ്ട്. മദ്യപിച്ചിട്ടുള്ള മോശം പെരുമാറ്റ സമയത്തും സൽമാനൊപ്പം നിന്നു. എന്നാൽ തിരിച്ചു കിട്ടിയത് ഉപദ്രവമാണ്. തന്നെ സംശയിച്ചു. ആത്മാഭിമാനമുള്ള ഏതൊരു സ്ത്രീയെയും പോലെ താൻ ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നെന്ന് ഐശ്വര്യ റായ് വ്യക്തമാക്കി. വർഷങ്ങൾക്കിപ്പുറം ഐശ്വര്യ നടൻ അഭിഷേക് ബച്ചനെ വിവാഹം ചെയ്തു. 2007 വിവാഹം. ഇരുവർക്കും ആരാധ്യ എന്ന മകളും പിറന്നു. 59-കാരനായ സൽമാൻ ഖാൻ ഇപ്പോഴും അവിവാഹിതനായി തുടരുകയാണ്. ബോളിവുഡിൽ എപ്പോഴും വിവാദ താരമാണ് സൽമാൻ ഖാൻ. ക്രിമിനൽ കേസുകൾ പോലും നടനെതിരെ വന്നിട്ടുണ്ട്. പ്രണയത്തകർച്ചകൾ, സഹപ്രവർത്തകരുമായുള്ള വഴക്ക് തുടങ്ങി ഒരു കാലത്ത് എപ്പോഴും വാർത്തകളിൽ സൽമാൻ്റെ വിവാദങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതേസമയം വലിയ ആരാധക വൃന്ദം സൽമാനുണ്ട്.